അപ്പോ പിന്നെ ഞാൻ കൊച്ചിയിലേക്ക് വന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊച്ചിയിലേക്ക് എത്തിയപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം കൊച്ചിയിൽ ഇഷ്ടം പോലെ ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ആ ജോലി എന്തായാലും നമുക്ക് ജോലി, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വരെ പഠിച്ചെത്തിയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ വന്നാൽ നമുക്ക് ജോലിക്ക് പോവാം എന്നൊക്കെ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തി. ആദ്യത്തെ കുറച്ച് നാള് അവിടെ ഇവിടെയൊക്കെ ജോലി നോക്കിയിട്ട് ശരിയായില്ല. പിന്നെ ഒന്ന് പോട്ടെ, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ എന്നോർത്ത് കുറച്ച് നാളിങ്ങനെ ഒന്ന് മടിച്ചിരുന്നു. എന്നാലും അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷം ഇതുപോലെ കുറേ ജോലികൾക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ വിളിക്കാം എന്നൊക്കെ പറയും, ചിലർ വിളിക്കില്ല. പിന്നെ ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പം അവര് കയറി വന്നപ്പോ നമ്മളിങ്ങനെ പഠിച്ചോണ്ടൊക്കെ പോകും, ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള പോർഷൻസ് ഒക്കെ പഠിച്ച് സെറ്റായി ചെന്ന് കഴിഞ്ഞപ്പോ നമ്മൾ അങ്ങനത്തെ ചോദ്യം പ്രതീക്ഷിക്കുമ്പോൾ അവര് എന്നോട് ചോദിച്ചത്, മോൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് സർപ്രൈസിങ്. ഞാൻ യാത്ര ചെയ്യും. അപ്പൊ മോൾക്ക് പെട്ടെന്ന് ഇപ്പൊ ഈ ജോലി പെട്ടെന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും, അത് മോൾക്ക് പറ്റുമോ? ഞാൻ സ്റ്റേ ചെയ്യും, ഞാൻ കുറെ നാൾ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു. അപ്പോ ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് എനിക്കില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ചോദ്യം പെട്ടെന്ന് എനിക്ക് ഭയങ്കര സർപ്രൈസിങ്. അത് എന്നാ ഞങ്ങൾ വിളിക്കാം മോളെ എന്നൊക്കെ പറഞ്ഞ് എന്നവർ പറഞ്ഞു വിട്ടു. അപ്പോ അന്നാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്. കാരണം എനിക്ക് വേറെ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പറ്റും, എല്ലാവരെയും പോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ എനിക്ക് വേറെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷേ പുറമേ നിന്നുള്ളവരങ്ങനെ അല്ലല്ലോ കാണുന്നെന്നുള്ളൊരു കാര്യം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അപ്പോ ഇന്റർവ്യൂവിനൊക്കെ ജോലി പലയിടത്തുനിന്നും വിളിക്കാന്ന് പറഞ്ഞിട്ടും വിളിക്കാത്തതിന്റെ ഒരു കാരണം ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. എങ്കിലും സ്റ്റിൽ ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. നമുക്ക് നമുക്ക് ജോലി വേണമല്ലോ. അങ്ങനെ കുറെ ട്രൈ ചെയ്ത് കുറച്ചായപ്പോഴത്തേക്കും ഞാൻ ഡൗൺ ആയി, കിട്ടാണ്ടായപ്പോഴത്തേക്കും ആക്ച്വലി ശരിക്കും ഡൗൺ ആയി. അങ്ങനെ ഒരു ആന്റി വഴിയാണ് പിന്നെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ആന്റി പരിചയമുള്ള ഒരു ഓഫീസിൽ ഇതുപോലെ പറഞ്ഞിട്ട് ഒരു ജോലി ശരിയാക്കി തന്നു. ഇപ്പോൾ എന്നോട് ഇങ്ങനെ കസ്റ്റമർ റിലേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജോലിക്ക് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ടെലികോളിംഗ് ആണ് സംഭവം. അതായത് ഒരു തീപ്പെട്ടിക്കൂടിന്റെ ഉള്ളിൽ ഇരുന്ന് ആൾക്കാരെ വിളിക്കുക. എനിക്കാണ് ഇരുന്നുള്ള ജോലി ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ MSW എടുത്തത്. എനിക്ക് ഇരുന്നിട്ടുള്ള ജോലി എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നേരെ ചെന്ന് പെട്ടത് അങ്ങോട്ടേക്ക്. എന്നാലും ലൈഫിൽ ആദ്യമായിട്ട് കിട്ടിയൊരു ജോലിയാണല്ലോ. ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയാണ്, അതും കസ്റ്റമേഴ്സിനാണല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതൊരു സർവീസ് ആണല്ലോ ഒരു തരത്തില്. ഞാൻ ആ ഒരു കാരണം കണ്ടെത്തി ഞാൻ സന്തോഷിച്ച് ഞാൻ ജോലിക്കൊക്കെ പോയി. പക്ഷെ കയറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മറ്റുള്ളവരുടെ ഒപ്പം എനിക്ക് എത്താൻ പറ്റുന്നില്ല. ആ ഒരു ടൈമിലാണ് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നത് PSCക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള റിസർവേഷൻ കൊടുക്കുക എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. എന്നോട് ഒരുപാട് പേര് ഓൾറെഡി PSCക്ക് ശ്രമിച്ചോടെന്നൊക്കെ ചോദിച്ചപ്പോഴും എനിക്കിഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഒരു 3 മാസത്തോളം ഞാൻ PSCന്റെ ഇടയ്ക്ക് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ നിർത്തി, സ്റ്റോപ്പ് ചെയ്ത് അവിടത്തോടെ അവസാനിച്ചതാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എംപ്ലോയ്മെന്റിൽ നിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് വേറെ കഥയാണ്. എംപ്ലോയ്മെന്റിൽ നിന്ന് വിളിച്ചിട്ട് അത് കറക്റ്റ് എനിക്ക് ലെറ്റർ കിട്ടിയപ്പോഴത്തേക്ക് ലേറ്റ് ആയിപ്പോയി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിന്നെ പ്രൈവറ്റിൽ കയറിയിട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയൊരു ലൈഫ് അല്ല. കോർപ്പറേഷൻ ഫീൽഡ് എനിക്ക് പറ്റില്ല. എനിക്ക് എന്തായാലും അടുത്ത ഗ്രോത്ത് എന്തായാലും എനിക്ക് അവിടെ പിടിച്ചു നിന്ന് ഞാൻ വളരൂല. കാരണം എനിക്ക് ഒപ്പെത്താൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെതായ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഒരു തരത്തിൽ ആരും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റിൽ എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ബ്രേക്ക് എടുത്തു. കയറിയതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ബ്രേക്ക് എടുത്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ MSW തന്നെ ജോലി നോക്കാം, എങ്ങനെയെങ്കിലൊക്കെ മേടിക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇറങ്ങി. എന്നിട്ട് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തു. കാരണം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, യാത്രയുടെ ഇടയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു ഒറ്റ വണ്ടി ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം ഈ പറഞ്ഞല്ലോ വരുമ്പോൾ തന്നെ അത്യാവശ്യം തിങ്ങി നിറഞ്ഞ വരുന്നത്. എങ്കിലും ചിലരൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് സീറ്റ് തരുമായിരുന്നു. ഇപ്പൊ കുറച്ചുനാൾ അങ്ങനെ പോയപ്പോഴത്തേക്കും ബസ്സിനുള്ളിൽ തന്നെ ഒരു 2 ഗ്രൂപ്പായി. ആ കുട്ടിക്ക് സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഗ്രൂപ്പും ആ കുട്ടിക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളൊരു ഗ്രൂപ്പ്. അങ്ങനെ അതൊരു പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറുന്നത് നിർത്തി.
പിന്നെ അല്ലാതെ അത് ഒറ്റ വണ്ടിയായിരുന്നു അതുവരെ പോയി. ഞാൻ പിന്നെ അല്ലാതെ കയറി ഇറങ്ങി പോകുന്ന വണ്ടിയിലേക്ക് ഞാൻ പിന്നെ മാറി, ടൈമിംഗ് ഒക്കെ മാറ്റി. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ കുറച്ചാൾ ബ്രേക്ക് എടുത്ത് വീട്ടിലിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഹസ്ബൻഡിന്റെ കസിന്റെ കൊച്ചിന്റെ ഒരു ചെറിയ കുഞ്ഞുടുപ്പിൽ ഞാൻ ചെറിയൊരു പൂവ് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തു. ഭയങ്കര ചെറുതായിരുന്നു, ഒരു 1 സെന്റിമീറ്റർ പോലും വലുപ്പം, അത്രയും ചെറിയൊരു പൂവ്. പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ തോന്നി ട്രൈ ചെയ്ത് നോക്കാം, രസമുണ്ടല്ലോ, ഭംഗിയുണ്ടല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ പതിയെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ പയ്യെ നൂലൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെ ഒരു പടമൊക്കെ വെച്ചിട്ട് ഒരു പഴയ തുണി ഞാൻ തന്നെ വരച്ച് നോക്കി, ഞാൻ തന്നെ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. കുഴപ്പമില്ല, വലിയ മോശമല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. ഞാൻ എന്നിട്ട് കൈ കൊണ്ടൊരു കെട്ടുടുപ്പൊക്കെ ഞാൻ തയ്ച്ചെടുത്തു. കെട്ടുടുപ്പിന് വലിയ അധികം ബുദ്ധിമുട്ടില്ല, തയ്ക്കാൻ അധികം ഇല്ലല്ലോ, ഒരു ഉടുപ്പ് തയ്ക്കുന്ന അത്ര ടാസ്ക് ഇല്ല ഒരു കുഞ്ഞി കെട്ടുടുപ്പ് തയ്ക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ തന്നെ കൈ കൊണ്ട് തയ്ച്ചെടുത്തു. എനിക്ക് മെഷീൻ തയ്യൽ അത്രയും പരിചയം ഇല്ലാത്തതുകൊണ്ട്, തയ്യൽ മെഷീനിൽ തയ്ക്കാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ തയ്ച്ചെടുത്തൊരു ഉടുപ്പൊക്കെ തയ്ച്ചെടുത്തു. അപ്പൊ പിന്നെ ഓൾറെഡി എനിക്ക് ടൈം ഉള്ളത് കൊണ്ട് ഞാൻ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു. കുറച്ചുകൂടെ നല്ല ഡ്രസ്സിലേക്കൊക്കെ തയ്ക്കാൻ തുടങ്ങി. എൻ്റെ പഴയ ടീഷർട്ടിലേക്കും ഹസ്ബൻഡിന്റെ പഴയ ടീഷർട്ടിലേക്കൊക്കെ തയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം ഞാനിപ്പോ രാവിലെ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഞാൻ തന്നെ അങ്ങനെ ആലോചിക്കും, ഇന്ന് ഇത് ചെയ്യാം. അങ്ങനെ ഓരോ ദിവസം ഞാൻ വർക്കുകൾ ഉണ്ടാക്കിയെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസം ഞാൻ അങ്ങനെ സമയം ഞാൻ ഒരുപാട് അതിന്റെ ഇടയ്ക്കിന് മുന്നേ, ഈ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പലതും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും പുറത്തേക്ക് വല്ല MSW ആണല്ലോ, പുറത്തേക്ക് വല്ല നോക്കിയാലോ, വല്ല IELTS ട്രൈ ചെയ്താലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജ് പഠിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം എന്നൊക്കെ ഓർത്ത് അങ്ങനെ ട്രൈ ചെയ്യാം. അങ്ങനെ ഒത്തിരി തരത്തിലുള്ള പ്ലാനുകൾ വന്നു. എന്നാലും അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് താല്പര്യമായി. ഞാൻ പിന്നെ ഇങ്ങനെ പുതിയ പുതിയ ടാസ്കുകളുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ആദ്യം സിമ്പിളായിട്ടുള്ള വർക്കുകൾ ചെയ്തു, അത് കഴിഞ്ഞ് ടീഷർട്ടിലേക്ക് അത് അടുത്തടുത്ത വർക്കുകൾ ചെയ്ത് അത്യാവശ്യം അലമാരയിൽ അത്യാവശ്യം കുറച്ച് ഡ്രസ്സുകളായി. അപ്പോൾ കുറെ ആയപ്പോൾ ഇതുപോലെ ഹസ്ബൻഡ് ഞാനൊക്കെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് പോകും, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത്, എന്തായാലും ഒരുപാട് ടൈം എടുത്തു, ഓൾറെഡി പഠിക്കാണ്ട് ചെയ്യുന്ന ഒരുപാട് ടൈം എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ടൈം എടുത്ത് ചെയ്തൊരു വർക്കിന്റെ റിസൾട്ട് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചാലും ചിലപ്പോൾ ഏതെങ്കിലും കാലത്തൊക്കെ പോയെങ്കിലും, അപ്പൊ നമുക്ക് വെറുതെ ഒരു ആൽബത്തിന് പകരം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പേജ് ഉണ്ടാക്കാം, അതിൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിടാം. ഇപ്പൊ നമ്മുടെ കാലം കഴിഞ്ഞാലും അതവിടെ കിടന്നോളുമല്ലോ, ഞാൻ ചെയ്തൊരു വർക്കാണല്ലോ, ഒരു ആർട്ടാണല്ലോ, അപ്പോൾ അങ്ങനെ എൻ്റെ അകത്ത് കിടന്നോളുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഹസ്ബൻഡാണ് ആ ഒരു പേരൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് അതിൽ ആദ്യം 1-2 പോസ്റ്റൊക്കെ ഇട്ടു. അതിന് ശേഷം പിന്നീട് ഒരു ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്തു, ഒരു ബനിയനിൽ അത്യാവശ്യം വലിയൊരു വർക്ക് ചെയ്തു. അതിന്റെ വീഡിയോ ആയിട്ട് ചെയ്തു. ഞാനും ഹസ്ബൻഡും അനിയനും ഞങ്ങളെല്ലാരും കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അതിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ പേജ് ഉണ്ടാക്കിയിട്ടേക്കുന്ന കാര്യം ആർക്കും അറിയില്ല, എൻ്റെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്കും അറിയത്തില്ല, ആകെ ഞങ്ങൾക്ക് 3 പേർക്ക് അറിയുള്ളൂ. ഞങ്ങൾ ആ വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് 100 വ്യൂ ആയി, 100 വ്യൂ ആയി. ഞങ്ങൾ പെട്ടെന്ന് അത്ഭുതമായി, 100 വ്യൂ ആർക്കും അറിയത്തില്ലല്ലോ, കൊള്ളാലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞ് നോക്കി പെട്ടെന്ന് തന്നെ അത് 500 വ്യൂ ആയി. രാത്രി ആയപ്പോഴത്തേക്കും തന്നെ 500 വ്യൂ ആയി. ഇത് കൊള്ളാലോ പരിപാടി. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് അത്ഭുതമായി, കാരണം അത്രയും പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കുന്നു, ആൾക്കാർ കമന്റ് ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൊള്ളാം. പിറ്റേ ദിവസമായി 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും 1000 ഒക്കെ കഴിഞ്ഞു, അതിന്റെ വ്യൂ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്നാ പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അതൊക്കെ വീണ്ടും ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ 3 പേരും കൂടി വീഡിയോ എടുത്തിട്ട് ഓരോന്നായിട്ട് ഓരോ ദിവസം ഇട്ടു. അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് സമയത്തിനുള്ളിൽ, എനിക്ക് കറക്റ്റ് ടൈം പീരീഡ് ഓർമ്മയില്ല എങ്കിലും നമുക്ക് പെട്ടെന്ന് നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കുന്നതിനേക്കാളും സമയത്തിനുള്ളിൽ തന്നെ 10K ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് പെട്ടെന്ന് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. അങ്ങനെ ഞങ്ങൾ കുറച്ചും അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും പതിയെ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, ഇതുപോലെ ചെയ്തു തരുമോ, അവരുടെ ഐഡിയയില് ഇങ്ങനെ ഇന്ന ഡ്രസ്സിൽ ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നതിന്റെ വർക്ക് ഞങ്ങൾ പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചിലർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞ് അങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ വീണ്ടും ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു സാധ്യത കിടപ്പുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തന്നെ തിരിച്ചറിയുന്ന ആ ഒരു സമയത്താണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും ആക്റ്റീവായിട്ട് ഒരാളല്ല, എനിക്ക് അങ്ങനെ താല്പര്യമില്ല, അങ്ങനത്തെ ഫോണിലൊക്കെ അങ്ങനെ അത്ര ആക്റ്റീവായിട്ട് ഒരാളല്ല ഞാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു 1 ഹാൻഡ് എംബ്രോയിഡറിയുടെ ആ ഒരു യാത്ര.
ഈ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തിയത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് അംഗീകരിക്കുന്നുണ്ട്. ഞാനെന്നൊരു വ്യക്തിനെ ഇപ്പോ എൻ്റെ ഈ ഒരു ലെവലിന് അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഞാൻ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എനിക്ക് എത്തിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ കാര്യമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ. ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസിന് കുറവൊക്കെ ഉണ്ട്. സ്റ്റിൽ ഞാനത് പുറത്ത് കാണിക്കാറില്ല. കോൺഫിഡൻസ് ഉള്ള പോലെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിപ്പോഴും ചില കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ പേരൻസിന് ഒരുപാട് അവരെന്നെ ഇത്രയും എന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് എന്നെ ആക്കിയെടുത്തല്ല. നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡ് അല്ലെ ആ ഒരു സമയത്ത് നമുക്ക് തരുന്ന നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണല്ലോ. അവർ വളർത്തിയ ഒരു രീതി. എനിക്കിപ്പോ അവർക്ക് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ആ ഒരു ലെവലിലേക്ക് എന്നെ എത്തിക്കാൻ സാധിച്ചല്ലോ. എനിക്ക് അവർക്ക് അങ്ങനെ റിസൾട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചല്ലോ. അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെ കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കുറച്ചു പേർക്ക് എന്നെ ഓർത്തിപ്പോ അഭിമാനിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോ ഒരുപാട് പേര് അറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നതിനേക്കാളും എനിക്ക് ഈ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുള്ളത് അവരെ കുറിച്ച് ഓർത്തിട്ടാണ്, എൻ്റെ പേരൻസിനെ കുറിച്ച് ഓർത്തിട്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിൽ എനിക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ ലൈഫ് പാർട്ണർ. പുള്ളിയാണ് ശരിക്കും ഞാൻ ഏറ്റവും ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് പുള്ളി വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡൗൺ ആയിട്ടിരിക്കാൻ ഒട്ടും സമ്മതിക്കൂല. നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കാനേ പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധം പുള്ളിക്ക് എപ്പോഴും ഉണ്ട്. പുള്ളിയുടെ ആ ഒരു പുഷ് തന്നെയാണ് എന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെ വെറുതെ ഇരുന്ന് അത്ര സമയം കളഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് ശരിക്കും. അത് എനിക്കും അങ്ങനെ തന്നെയാണ്. പേഴ്സണലി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ, എങ്കിലും സ്റ്റിൽ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്നുള്ള നിർബന്ധം എപ്പോഴും പുള്ളിക്കുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു പുഷും സപ്പോർട്ടും മെന്റലി ഞാൻ ബ്രേക്ക് എടുത്ത സമയത്ത് എനിക്ക് പുള്ളി ഒരു ചോദ്യം ഒന്നുമില്ല, എനിക്ക് ആ ഒരു ടൈം തന്നു. എനിക്ക് ഞാനൊന്ന് പ്രിപ്പയർ ആവാൻ, ഞാൻ എന്നെ തന്നെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ള ഒരു ടൈം എനിക്കത്. പുള്ളി അതിലൊരു ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം എന്താ പ്ലാൻ, അങ്ങനത്തെ ഒരു ചോദ്യം ഒന്നും ഞാൻ നേരിട്ടിട്ടില്ല. എനിക്ക് അത്ര ഒരു മെന്റലി സപ്പോർട്ട് എനിക്ക് തന്നു പുള്ളി. ശരിക്കും എൻ്റെ ലൈഫ് പാർട്ണറും അദ്ദേഹത്തിന്റെ ഫാമിലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. എനിക്ക് ശരിക്കും അവർക്കൊക്കെ ഇപ്പൊ എന്നെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എംബ്രോയിഡറി അല്ലാതെ ഇപ്പോ ഞാൻ കരാട്ടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനത്തെ കുറെ ആഗ്രഹങ്ങളൊക്കെ, എനിക്ക് കളരിയൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട്. പക്ഷെ ഞങ്ങളുടെ അവിടെ അങ്ങനത്തെ പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്നെ പഠിപ്പിച്ചേനെ. അതിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാനിവിടെ ഇവിടെ വന്നിട്ട് ജോലിക്ക് കയറിയ സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുട്ടി ഇതിൽ കരാട്ടെ പഠിപ്പിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കൗതുകമായി. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പുള്ളിയും കട്ട സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി കരാട്ടയ്ക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അത്ര പ്രായമുള്ളവർ. എന്നെ പഠിപ്പിക്കുന്നവർ വരെ എന്നെക്കാളും ഇളയവരാണ്. അപ്പൊ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ കുറച്ച് നാള്. പക്ഷെ അതിന് ശേഷം ഞാൻ ശരിയായി സെറ്റായി പഠിക്കുന്ന ആ ഒരു ഫ്ലോയിലേക്ക് വന്നു. അപ്പൊ ഇപ്പോ എൻ്റെ കരാട്ടെ ക്ലാസ്സിൽ റിട്ടയർഡ് ആയിട്ടുള്ള 2 പേരുണ്ട്. റിട്ടയർഡ് പ്രിൻസിപ്പൾ ഉണ്ട്, വേറൊരു ആന്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്നല്ല, എൻ്റെ ഏജിലുള്ളവരും ഉണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ 4th ബെൽറ്റ് വരെ എത്തി കരാട്ടെ. അതാണ് ഇപ്പോ എംബ്രോയിഡറി അല്ലാതെ വേറൊരു കാര്യം ചെയ്യുന്നത്. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവില്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. അത് കൂടാതെ എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത്രയും മനസ്സിന് സന്തോഷം തരുന്ന വേറൊരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഒരേ സമയം നമുക്ക് കൃഷി ചെയ്ത് അതിൽ നമുക്ക് വിളവും എടുക്കാൻ പറ്റും. എനിക്ക് മനസ്സിന് നമുക്കൊരു റിലാക്സേഷനും കിട്ടും. പിന്നെ ഈ കൃഷി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു തിരക്ക് ഒന്ന് ഒതുങ്ങിയിട്ട് എനിക്ക് ആ ഒരു മേഖലയിലേക്കും കൂടെ കടക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. നമുക്കുള്ള കാര്യത്തിൽ നമ്മളെല്ലാത്തിനും നന്ദി അറ്റ്ലീസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരു ചെറിയ കാര്യം, കാണാൻ പറ്റാത്ത എന്തോരം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. നമുക്ക് ഈ മരങ്ങളുടെ ഒക്കെ കളർ കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പൂക്കളുടെ ഒക്കെ കളർ, അതിന്റെ മണം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളവിടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇരുന്ന് മടുത്ത് നമുക്ക് നടക്കാൻ പോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പറ്റാത്ത
എത്രയോ പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്ന് ഹോസ്പിറ്റലിൽ, ഏതെങ്കിലും ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ മതി. ആൾക്കാർ ശരിക്കും എത്രത്തോളം ബുദ്ധിമുട്ടിയാ ഓരോരുത്തരും ഓരോ ദിവസം കടന്നു പോകുന്നത്. നമുക്കതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഒരു നമ്മൾ ഭയങ്കര നന്ദിയുള്ളവരായിരിക്കണ്ട ആ ഒരു കാര്യത്തിൽ. കാരണം അത് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, നമുക്ക് കിട്ടിയത് നമ്മുടെ ഗുണം കൊണ്ടും അല്ല. അതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്ന ദാനങ്ങളല്ലേ. അപ്പൊ നമ്മള് അതിലൊക്കെ നന്ദിയുള്ളവരായിരിക്കും. അതൊക്കെയാണ് എനിക്ക് ഒരു ചെറിയ കാറ്റ് വീശിയപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കാറ്റ് കൊള്ളുക, അല്ലെങ്കിൽ ഒരു പൂവ് കാണുന്നത്, അതിന്റെ സ്മെല്ല് ആസ്വദിക്കാൻ പറ്റുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്താൽ പോലും എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രേഞ്ചർ ഇപ്പൊ എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്താൽ എനിക്ക് ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അയാളൊരു എനിക്ക് അത്ര ഹെൽപ്പ് ചെയ്തല്ലോ, എനിക്കത് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ബസ്സിനൊക്കെ പോകുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞു, ആ ചേച്ചിക്ക് വേറെ ആരോടൊക്കെ പറയായിരുന്നു, എന്നോട് പറഞ്ഞല്ലോ ആ സ്റ്റോറി. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആ ചേച്ചിയുടെ സ്റ്റോറി എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കത് പറ്റുന്നുണ്ട്, നമുക്കത് കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ആ ചേച്ചി സ്റ്റോറി പറഞ്ഞത്. അതൊക്കെ പറ്റാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ ചുറ്റും. ഒത്തിരി പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. നമുക്കപ്പോ ഇതൊക്കെ ഉള്ളപ്പോൾ നമ്മളതിനെ മറന്നു ജീവിക്കാൻ പാടില്ല. നമുക്കുള്ളതിന് നമ്മൾ സന്തോഷവാന്മാരായിരിക്കുക. അതാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ്. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എനിക്ക് എൻ്റെ അമ്മച്ചി എനിക്ക് നല്ലൊരു കട്ടൻ ഇട്ട് തന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് ആസ്വദിച്ചു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അതാണ് എൻ്റെ ലൈഫിന്റെ ഹാപ്പിനെസ്.